ശക്തനായവൻ ശബ്ദമുണ്ടാക്കില്ല, അവൻ മിണ്ടുമ്പോൾ ലോകം കേൾക്കും. നമ്മളിൽ പലപ്പോഴും ഒരു ചോദ്യം ഉയർന്നുവരാറുണ്ട്: ആരാണ് യഥാർത്ഥത്തിൽ ശക്തൻ? എപ്പോഴും വാചാലമായി സംസാരിക്കുന്നവനാണോ, അതോ മിണ്ടാതെ എല്ലാം നിരീക്ഷിക്കുന്നവനോ? ചാണക്യൻ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നു. മൗനം പലപ്പോഴും വാക്കുകളേക്കാൾ ശക്തമായ ആയുധമാണ്. നമ്മുടെ പരിവർത്തനം പരമ്പരയിലെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാണക്യന്റെ ഈ മഹത്തായ കാഴ്ചപ്പാടിനെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്നു. മൗനം പാലിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ചാണക്യനീതിയിലെ ഒരു സുപ്രധാന ശ്ലോകം ഇത് അടിവരയിടുന്നു: മൗനം സർവാർത്ഥ സാധനം. ഇതിന്റെ ലളിതമായ അർത്ഥമിതാണ്: മൗനം പാലിക്കുന്നവൻ പല കാര്യങ്ങളും നേടാൻ സാധിക്കും. കാരണം അവൻ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചാണക്യന്റെ ഈ കാഴ്ചപ്പാട് കേവലം ഒരു തത്വമല്ല, ജീവിത വിജയത്തിനുള്ള ഒരു മാർഗരേഖയാണ്. പലരും കരുതുന്നത് മൗനം ഭയത്തിന്റെയോ ബലഹീനതയുടെയോ അടയാളമാണെന്നാണ്. എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് നേരെ മറിച്ചാണ്. മൗനം ആത്മനിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കാനാണ് തിരക്കുകൂട്ടുന്നത്. ആരെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ ഉടൻ പ്രതികരണം, ആരെങ്കിലും വിമർശിച്ചാൽ ഉടൻ കോപം. ഈ എടുത്തുചാട്ടം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്കും അനാവശ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നു: ആദ്യം കേൾക്കൂ, പിന്നെ ചിന്തിക്കൂ, അതിനുശേഷം മാത്രമേ സംസാരിക്കൂ. ഈ ലളിതമായ 3 കാര്യങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മിണ്ടാതിരിക്കുന്നവൻ കൂടുതൽ കാണും, കൂടുതൽ മനസ്സിലാക്കും, കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും. അങ്ങനെ അവൻ കൂടുതൽ ശക്തനായിരിക്കും. ഒരു രാജാവ് യുദ്ധത്തിനു മുമ്പ് ആർപ്പുവിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ല. അവൻ ശാന്തമായി തന്റെ തന്ത്രങ്ങൾ മെനയുകയും ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ച് ഏറ്റവും അനുയോജ്യമായ സമയം നോക്കി പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ ബുദ്ധിമാൻ തന്റെ നീക്കങ്ങൾ മൗനത്തിൽ തയ്യാറാക്കും. മൗനം നമ്മെ അനാവശ്യവാദങ്ങളിൽ നിന്നും രക്ഷിക്കും, തെറ്റായ വാക്കുകളിൽ നിന്നും രക്ഷിക്കും, ബന്ധങ്ങൾ തകർന്നുപോകുന്നതിൽ നിന്നും രക്ഷിക്കും. ചില സന്ദർഭങ്ങളിൽ മറുപടി പറയാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടി. കാരണം നമ്മുടെ മൗനം ഒരു ചോദ്യചിഹ്നമായി മറ്റുള്ളവരിൽ നിലനിൽക്കും, അവരെ ചിന്തിപ്പിക്കും. ഓരോ വാക്കുകൾക്കും വിലയിടുമ്പോൾ, ഓരോ പ്രതികരണത്തിനും മുമ്പ് ഒരു നിമിഷം ആലോചിക്കാൻ നമുക്ക് സമയം കണ്ടെത്താം. ഓർക്കുക, മൗനം ബലഹീനതയല്ലാതെ നിയന്ത്രണത്തിന്റെ പരമാവധി രൂപമാണ്. യഥാർത്ഥ ശക്തിയുടെ പ്രതിഫലനമാണത്. ഈ മൗനത്തിന്റെ ശക്തി നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ.